ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ രാവിലെ കുളിച്ചിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്കിന്ന് രാവിലെ എണീറ്റപ്പം കുളിക്കാൻ തോന്നി, അങ്ങനെ കുളിച്ചാണ്. എല്ലാ ദിവസവും രാവിലെ കുളിക്കാറില്ല. എല്ലാ ദിവസവും മിക്കവാറും ഒരു ഉച്ചയാകാറൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ കുളിക്കുന്നത്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കുളിക്കുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഉച്ചയാകാറുള്ള ദിവസമായിരിക്കും കുളിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ ഞാൻ എൻ്റെ കുളിപ്പരിപാടി അങ്ങ് തീർത്തു. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ചീറ്റ് ഡേ അത് ഫോക്കസ് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ ചീറ്റ് ഡേയെ കുറിച്ച് നേരത്തെ, അതായത് ഒരു ഒന്ന് രണ്ട് ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് ചീറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ അപ്പാർട്ട്മെന്റ് മാറിയതിന് ശേഷം ഞാൻ തുടങ്ങിയിട്ടില്ലെന്ന് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ഈ ബുധനാഴ്ച തൊട്ട് ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ശനിയാഴ്ച പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റത്തില്ല. കാരണം പുറത്തു പോകും, ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീൻസ് ടേസ്റ്റ് ആയിട്ടുള്ളതും അൺഹെൽത്തി ആയിട്ടുള്ള സംഭവം കഴിക്കുന്ന ഒരു ദിവസം എസ്പെഷ്യലി ശനിയാഴ്ചയാണ്. ശനി ഞായറും ചില ദിവസം പറ്റത്തില്ല. ഞാൻ മിക്കവാറും തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് എടുക്കുന്നത്. ശനി ഞായറും ദിവസങ്ങളിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ച പിന്നെയും ശ്രമിക്കും, പക്ഷെ ശനിയാഴ്ച ഒട്ടും പറ്റില്ല. ശനിയാഴ്ച എന്തായാലും പുറത്തു പോകും, ചിലപ്പോൾ പുറത്തുനിന്ന് ഒരു നേരത്തെ ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പം ചിലപ്പോൾ അത് ഡിന്നർ ആണെങ്കിൽ ലേറ്റായിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പം അതൊന്നും ഞാൻ വിടാറില്ല. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഒരു ഡിപ്രഷൻ തോന്നും അങ്ങനത്തെ ദിവസങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ആക്ച്വലി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത് 8 മണി കഴിഞ്ഞിട്ട് തന്നെയാണ്. എൻ്റെ ഇപ്പോഴും ഞാൻ രാവിലെ 8 തൊട്ട് വൈകുന്നേരം ഒരു 5-5:30 ബ്രേക്ക് ഈറ്റിങ്ങിൻ്റെ. അപ്പം ഇന്ന് അതല്ല. ഇന്ന് 8 മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത് 8 മണിക്കാണെങ്കിലും ഇന്ന് കഴിക്കാൻ പോകുന്ന സംഗതികൾ ഞാൻ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് ഞാൻ കൂടുതലും ശ്രമിക്കുന്നത്. പക്ഷെ കഴിക്കുന്ന സാധനം ഇച്ചിരി ടേസ്റ്റ് ആയിട്ടുള്ളതും അൺഹെൽത്തി ആയിട്ടുള്ളതുമായിരിക്കും. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അപ്പം മസാല ദോശ എന്ന് പറയുമ്പോഴത്തേനും പൊട്ടറ്റോ ചേരുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ പൊട്ടറ്റോ എല്ലാം വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മിനിറ്റ്. പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പൊട്ടറ്റോ എന്ന് പറയുന്നത് ഈ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും പൊട്ടറ്റോ ഫുൾ കാർബാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പൊട്ടറ്റോ കൊണ്ട് ഗുണം എനിക്കറിയത്തില്ല. പൊട്ടറ്റോ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ പൊട്ടറ്റോ തരുമായിരുന്നു. പ്രത്യേകിച്ച് ചോറും തൈരും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും ഒക്കെ ആയിരുന്നു കൂടുതലും ഞങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങൾ മീൻസ് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയമൊക്കെ അത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരു കോംബോ ചോറ് അല്ലെങ്കിൽ മോര് കാച്ചിയത്, തൈര്, പൊട്ടറ്റോ മെഴുക്കുവരട്ടി, അത് അങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുമായിരുന്നു അത്. പക്ഷെ പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് വലുതായി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. വണ്ണം വയ്ക്കും നല്ലപോലെ. പക്ഷെ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കും. പൊട്ടറ്റോയും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ വേവിച്ച് ഉടച്ചൊക്കെ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുമല്ലോ. അപ്പം പൊട്ടറ്റോ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഞാൻ ചീറ്റ് ഡേയ്സിൽ ഈ മസാല ദോശ പുറത്തു പോയി കഴിക്കുവാണെങ്കിലും മസാല ദോശ പൂരിയുടെ കൂടെയൊക്കെ പൊട്ടറ്റോ അല്ലേ തരുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ കുറച്ചളവിൽ ഞാൻ പൊട്ടറ്റോ കഴിക്കും. അപ്പം ഇന്ന് മസാല ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കുന്നില്ല, മിക്കവാറും ഡിന്നറായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് പൊട്ടറ്റോ ചേഞ്ച് ചെയ്ത് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ശകലം കഴിക്കുന്ന അളവൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു.
അപ്പം നമുക്ക് ഞാൻ മസാല ദോശ എല്ലാം ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ റാഗി ദോശയുടെ മാവ് ശകലം ഇരിപ്പുണ്ടായിരുന്നു, അരി ഉഴുന്നും അരച്ച ശകലം മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് റാഗി ദോശയുടെ മാവിൽ രണ്ടിൽ ഞാൻ ഉണ്ടാക്കി. ശ്രീഹരിക്ക് കൂടുതലും റാഗി ദോശയുടെ മാവിലാണ് ഞാൻ കൊടുത്തത്. ഒത്തിരി ഒന്നുമില്ല, ശ്രീഹരി ഒരു 2 റാഗി ദോശയുടെ മാവിലുള്ള ഒരു ഇതും കഴിയും, ഒരു അരി ഉഴുന്ന ദോശയുടെ മാവിലുള്ള മസാല ദോശയും കഴിച്ചു. ഞാൻ ആദ്യം ഈ ഒരെണ്ണം മതി എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരെണ്ണം കൂടെ കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നല്ലേ, പിന്നെ എനിക്ക് കഴിക്കാൻ അങ്ങ് തോന്നി. അപ്പം ഞാൻ 2 മസാല ദോശ കഴിച്ചു. ശകലം മസാലയേ ഉള്ളൂ, അതങ്ങ് പരത്തി വെച്ചിരിക്കണം. മസാല ദോശയും ചട്നി മാത്രമുള്ളായിരുന്നു, വേറെ സംഭവങ്ങളൊന്നും, സാമ്പാറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു സത്യം പറഞ്ഞാൽ ഇതായിരുന്നു ഒരു എന്താ പറയുന്ന ഒരു ചീറ്റ് മീലെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളായിരുന്നു, ഈ മസാല ദോശ. അങ്ങനെ അപ്പം ഞാൻ ആ 2 മസാല ദോശ ആദ്യം ഞാൻ ഒരെണ്ണം കഴിച്ചാൽ മതി, ഒരെണ്ണം സാധാ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാനത് പിന്നെ എനിക്ക് വല്ലപ്പോഴല്ലേ ഉള്ളൂ, ആഴ്ചയിലൊരിക്കലല്ലേ ഉള്ളൂ, അപ്പം ഒരു മസാല ദോശ തിന്നു. ഇനിയും ഉച്ചയ്ക്ക് സാധാരണ ചോറും കൂട്ടാനും പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അത് വലിയൊരു ചീറ്റ് മീലെന്നൊന്നും പറയാനൊന്നുമില്ല, കാരണം കുറച്ച് ചോറും പിന്നെ പച്ചക്കറി, ക്യാബേജ്, കായും പയറും കൂടെ മെഴുക്കുവരട്ടിയുടെ ശകലം ഇരിപ്പുണ്ട്, ക്യാബേജ് തോരൻ ശകലം ഇരിപ്പുണ്ട്, മോര് കാച്ചിയത്, പിന്നെ ചിക്കൻ കറി ശകലം ഇരിപ്പുണ്ട്, ഇന്നലെ രാത്രി വെച്ചത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ശകലം ചോറുന്നു. ഇനി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷുഗർ ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് ഇട്ട എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒത്തിരി മധുരം കഴിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഈ ചീറ്റ് ഡേയിൽ ഞാൻ മധുരം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്കറിയത്തില്ല, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പുറത്ത് പോവുകയാണെങ്കിൽ ചിലപ്പം കഴിച്ചെന്നിരിക്കും. ഇതുവരെ എൻ്റെ തീരുമാനം ഇന്ന് മധുരം കഴിക്കില്ലെന്നാണ്. വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ മധുരം കഴിക്കുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ പിറന്നാൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ മധുരം കഴിക്കുന്നതാണ്. എൻ്റെ വെയിറ്റ് മെയിനായിട്ടും പെട്ടെന്ന് വെയിറ്റിനൊരു കൂടുതൽ വരുന്ന എപ്പോഴും ഷുഗർ അടിച്ച് കയറ്റുമ്പോഴാണ്. എപ്പോഴും രാവിലെ കുളിച്ചുകൊണ്ടായിരിക്കും ഉറക്കം വരുന്നു. അപ്പം എൻ്റെ ഒരു ചീറ്റ് ഡേയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആയിരുന്നു. ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായി തന്നെ, പക്ഷെ ഞാൻ ഇത് കൊണ്ടൊക്കെ നിർത്തി. പിന്നെ വൈകുന്നേരമായിരിക്കും മിക്കവാറും ഇന്ന് പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എന്തൊക്കെ കഴിക്കുമെന്ന് ഉച്ചയാകുമ്പോൾ കാണാം. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം കഴിക്കുന്ന ലഞ്ച് തന്നെയായിരുന്നു. കുറച്ച് ചോറ്, ചിക്കൻ കൂട്ടാനായിട്ട് മെഴുക്കുവരട്ടിയും ക്യാബേജ് തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂട്ടാനാണെങ്കിൽ കൂടുതൽ ചോറിനെക്കാട്ടിലും, അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇപ്പം വൈകുന്നേരം 4 മണിയൊക്കെ, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ പുറത്ത് പോകാനൊക്കെ നേരത്തെ രാവിലെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ഉണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് മടി കയറി ഞങ്ങൾ ചുമ്മാ ഇവിടെ ഇരുന്നു, പുറത്തൊന്നും പോയില്ല. അതുകൊണ്ട് വിചാരിച്ച് ചായ ഇവിടെ നിന്ന് കുടിക്കാം. ഇപ്പം ഇവിടെ അടുത്തൊരു തലശ്ശേരി കഫേ എന്ന് പറഞ്ഞൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാണ്. അവിടെ പോയി എന്തെങ്കിലും സ്നാക്സ്, എന്തെങ്കിലും വല്ല പഴംപൊരിയോ പരിപ്പോടിയോ അങ്ങനെ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പപ്സോ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായയും പപ്സും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും എന്താ പറയുന്നത്, രാത്രി എന്തായാലും ചിക്കൻ കറിയുടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പം രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇന്നിവിടെ നാളത്തെ ക്ലീനിങ് പരിപാടി ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വൈകുന്നേരം ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ചീറ്റ് ഡേ ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല. ഞാൻ വിചാരിച്ചത് ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ഫുൾ ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് തോന്നി, പുറത്തങ്ങനെ പോകാൻ തോന്നിയില്ല. പിന്നെ എന്തെങ്കിലും ശനിയാഴ്ചയൊക്കെ അല്ലേ അവധിയൊക്കെ ഉണ്ട്, എന്തെങ്കിലും കഴിക്കാൻ ടേസ്റ്റായിട്ട് കഴിക്കണം, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നത് കൊണ്ട് വല്ല പപ്സോ അങ്ങനെ എന്തെങ്കിലും വല്ല പഴംപൊരിയോ പരിപ്പോടിയോ അങ്ങനെ വല്ല വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കും. അപ്പം ആക്ച്വലി ഇന്ന് ഒരു ചീറ്റ് മീലെന്ന് പറഞ്ഞ് വലുതായിട്ടൊന്നും ഞാൻ
ഇതൊക്കെ ചീറ്റ് മീലാണ്. രാവിലത്തെ മസാല ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഉച്ചയ്ക്ക് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഒരുമാതിരി നല്ലതായിട്ട് തന്നെ കഴിച്ചത്. രാവിലത്തെ മസാല ദോശ കഴിച്ചു കഴിഞ്ഞ് തുടങ്ങിയ ഒരു മടിയാണ് എനിക്ക്. ഭയങ്കര ഒരുമാതിരി ലേസ്നെസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടി പിടിച്ചിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ. അപ്പം ഇന്ന് പുറത്തു പോയി വലിയൊരു മീലൊന്നും കഴിക്കുന്നൊന്നുമില്ല. നമുക്കിനി ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കാൻ പോവാം. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതും എൻ്റെ ഒരു ചീറ്റ് മീലായിരുന്നു. ഇതിനകത്തുനിന്ന് ഒരു പഴംപൊരിയും ഒരു ഉള്ളിവടയും ഒരു ഇലയടയുടെ പകുതിയും എടുത്തു. ചായ മധുരമില്ലാത്ത ചായ തന്നെയാണ് കുടിച്ചത്. രാവിലത്തെ മസാല ദോശയും ഈ സ്നാക്സ് വരുന്ന എൻ്റെ ആക്ച്വലി ഈ വീക്കിൽ ഒരു ചീറ്റ് ഡേ ഫുഡെന്ന് പറയാൻ വേറൊന്നും ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം ഒരു ഹെൽത്ത് വൈസ് നോക്കി തന്നെ ഒരു ഹെൽത്തി ഫുഡായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയ കാര്യമൊക്കെ തന്നെയാണ് കഴിച്ചത്. പിന്നെ രാത്രിയിൽ ചപ്പാത്തിയും പിന്നെന്താണ് ഇത് ആ ചിക്കൻ അങ്ങ് ഡ്രൈ ആക്കി എടുത്താണ്. പിന്നെ കുറച്ച് രാവിലത്തെ പൊട്ടറ്റോ മസാലയുടെ ബാക്കി അത് കളയണ്ടെന്ന് വെച്ച് ഒരു സ്പൂണേ ഉള്ളായിരുന്നു, അതും കൂടി എടുത്തു. ഇതും വലിയ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുന്നത് സാധാരണ നമ്മളൊക്കെ കഴിക്കുന്ന ഫുഡാണ്. പക്ഷേ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലല്ല കഴിച്ചത്. ഞാനിത് രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. ഹായ്, അപ്പം നമ്മുടെ ചീറ്റ് ഇന്ത്യയോട് അവസാനിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കഴിഞ്ഞ ആഴ്ചകളിലൊന്നും ചീത്തേ പോയിരുന്നത്. അത്യാവശ്യം കഴിഞ്ഞ ആഴ്ച ആക്ച്വലി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ എടുത്തില്ലായിരുന്നു. എന്നാലും ശനിയാഴ്ചയൊക്കെ പുറത്തൊക്കെ പോയി ഒരു ആ വ്ളോഗിലൊക്കെ പിന്നെ എനിക്കൊന്ന് ഇതിലും നല്ലതായിട്ട് ചീറ്റ് ഡേ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇന്നെന്താന്ന് അറിയത്തില്ല, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ രാവിലെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. കാരണം ഡേ ഇൻ മൈ ലൈഫ് എന്തോ എനിക്ക് അങ്ങനെ ഫുള്ളൊരു അങ്ങനെ എടുക്കാനൊന്നും തോന്നിയില്ല, എനിക്കൊരു മൂഡില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഞാനിങ്ങനെ ചീറ്റ് ഡേ ഭക്ഷണങ്ങൾ കഴിക്കത്തില്ലേ, അപ്പം അതെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങി. പക്ഷേ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു പോകാനും അപ്പം വൈകുന്നേരത്തെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാനും ഒക്കെ തീരുമാനിച്ചാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് കാല് പുറത്തേക്ക് വെക്കുന്നത് എവിടെ പോവാനാ, ആ സ്നാക്സ് മേടിക്കാൻ പോകാനും ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ അവസാനം വൈകുന്നേരമായി. കാരണം രാവിലെ മസാല ദോശ തിന്നിട്ട് എന്തൊരു ലേസ്നെസ് ആയിരുന്നു എന്നറിയാം, എന്തൊരു ഭയങ്കര ലേസ്നെസ്. കഴിച്ചു കഴിഞ്ഞ് എനിക്കൊന്ന് ഞാൻ രാവിലെ കുളിച്ചതിൻ്റെ ആണോ എന്താണെന്നറിയാം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ലേസ്നെസ്സും ഒരു ആങ്ങി തൂങ്ങി. ഉച്ചയ്ക്ക് പിന്നെ ഒന്നും പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനില്ലായിരുന്നു, ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. എല്ലാം മെഴുക്കുവരട്ടിയും തോരനും പുളിശ്ശേരിയും ചിക്കൻ കറി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ചിക്കൻ കറി കുറച്ച് ബാക്കി വന്നതും രാവിലത്തെ പൊട്ടറ്റോ മസാലയുടെ ബാക്കിയും കൊണ്ടാണ് വൈകുന്നേരം ചപ്പാത്തി വെച്ചത്. പിന്നെ ഒരു പ്രയോജനം ഉണ്ടായത് എന്തായാലും ഞങ്ങളുടെ ക്ലീനിങ് ഡേ എപ്പോഴും ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഒരു ഉച്ചയ്ക്കാണ് മിക്കവാറും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അങ്ങ് തീർത്തു. വൈകുന്നേരം പിന്നെ വന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ നിർബന്ധമായി ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തു. അതുകൊണ്ട് നാളെ ഞങ്ങൾക്ക് പുറത്തു പോകാമെന്ന് വിചാരിക്കുന്നു. നാളെ മടിയാവുമെന്നല്ല, ചില ആഴ്ചകളൊക്കെ ഇങ്ങനെ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ചീറ്റ് ഡേ എന്ന് പറഞ്ഞാലും ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലെ അല്ല ഇന്ന് ഞാൻ കഴിച്ചത്. നാളെ പക്ഷേ ഞാൻ പുറത്ത് പോയാലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തായിരിക്കും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, അത് വേറെ കാര്യം. മിക്കവാറും ഉച്ചക്കത്തെ ഫുഡ് വല്ല നാളെ പുറത്തുനിന്നായിരിക്കും. പുറത്ത് പോകുന്നുണ്ട് നാളെ. അപ്പം അങ്ങനെ കഴിച്ചാലും എന്താ പറയുന്നത്, ഞാൻ നാളെ വൈകുന്നേരം ഒരു 5:30-ക്കുള്ളിൽ, കാരണം 5:30 വരെ ഞാൻ കഴിക്കത്തുള്ളൂ എന്നാണ് എൻ്റെ. നാളെ തൊട്ട് വീണ്ടും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. നാളെ ഹെൽത്തി ആയിട്ട് മീൻസ് മറ്റേത് കുറച്ചുകൂടെ ഒരു ഹെൽത്ത് വൈസ് നോക്കി കാർബ് കുറച്ചും പ്രോട്ടീനും ഫൈബറൊക്കെ കൂട്ടിയൊക്കെയാണ് ഞാൻ അല്ലാത്ത ദിവസങ്ങളിൽ കഴിക്കുന്നത്. പക്ഷെ നാളെ അങ്ങനെ കഴിക്കത്തില്ല. പക്ഷെ ഞാൻ ആ ടൈമിങ് കീപ്പ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം എൻ്റെ ഈ വീക്കിലെ ചീറ്റ് ഡേ ഇങ്ങനെയൊക്കെയാണ് പോയി. ഇതിൽ നല്ല ചീറ്റ് ഡേയ്സ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ട്. എൻ്റെ സാറ്റർഡേ ഇൻ മൈ ലൈഫ്
കാണുന്നവർക്ക് മിക്കവാറും പേർക്കും അറിയായിരിക്കും, അതാണ് എൻ്റെ ചീറ്റ് ഡേ. പുറത്തു പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ കഴിച്ചു. അവിടെ നിന്ന് ഇവിടെ അടുത്ത് തലശ്ശേരി കഫേ എന്നും പറഞ്ഞൊരു കഫേ ഉണ്ട്. അപ്പം അവിടെ നിന്ന് പഴംപൊരിയും ഇതൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചു. ഒരു പഴംപൊരിയും ഒരു ഉള്ളിവടയും ഒരു പകുതി ഇലയുടെയും, അങ്ങനെ ശ്രീഹരി അതുപോലെ തന്നെ. അപ്പം അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ടത് ചായ തോടിച്ചു. രാത്രി ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കാനും മടിയായിരുന്നു, ഇന്ന് മൊത്തത്തിൽ മടിയായിരുന്നു. പിന്നെ നാളെ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ നാളെ പുറത്ത് പോകും എന്തായാലും, ഇന്ന് ഇറങ്ങാത്തത്. അപ്പം നാളെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനിങ് നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും അടിച്ച് വാരി തുടച്ചു. ഞാൻ അടിച്ചു വാരി, ഞാൻ അടിച്ചു വാരി ശ്രീഹരി തുടയ്ക്കുകയും ചെയ്തു വൈകുന്നേരം വന്നിട്ട്. അതുകൊണ്ട് ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. ഇനി നാളെ മനസ്സമാധാനമായിട്ട് പുറത്തു പോകണമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഈ വീക്കിലെ ഒരു ചീറ്റ് ഡേയിൽ ഞാൻ കഴിച്ചത് ഇതൊക്കെയായിരുന്നു. അവസാനം ഈ വ്ളോഗ് എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ഒരു വീഡിയോ. എന്നാലും ഞാനിതെല്ലാം എടുത്ത് തുടങ്ങിയതല്ലേ, ഞാൻ വിചാരിച്ച രീതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ഒന്ന് പിറ്റേ ദിവസം നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒന്ന് ഇതാകും, ബോഡി ഒന്ന് റീസെറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരേ രീതിയിൽ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ബോഡി ആ ഒരു രീതിയിൽ അങ്ങ് അഡാപ്റ്റ് ആവും. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു ചീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിക്കതൊരു ഷോക്കായിരിക്കും. ഇപ്രാവശ്യം ഇന്ന് ഇത്രയും ദിവസം ഇങ്ങനെയല്ലല്ലോ കഴിച്ചെന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് ഒരേ രീതിയിൽ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ഈ വെയിറ്റ് സ്റ്റക്കാകുന്ന കാര്യമൊക്കെ വരും. കുറേ നാളിപ്പോൾ നമ്മൾ ഒരു ചീറ്റ് ഡേ എടുക്കാതെ ഒരേ നാളിപ്പോൾ ഒരു 16:8 റേഷ്യോയിൽ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെയിം അളവിലുള്ള വർക്കൗട്ടുകൾ, സെയിം രീതിയിലുള്ള ഭക്ഷണങ്ങളും സെയിം രീതിയിലുള്ള വർക്കൗട്ടുകളും ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ നാൾ ആദ്യമൊക്കെ വെയിറ്റ് കുറയും, പിന്നെ വെയിറ്റ് സ്റ്റക്കാവും, അത് ഉറപ്പാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കണം. ഒന്നുമില്ലെങ്കിൽ വർക്കൗട്ടുകൾ കൂട്ടണം, അല്ലെങ്കിൽ ഫുഡിനൊരു മാറ്റം വരുത്തണം. അതായത് ഫുഡ് വീണ്ടും കുറയ്ക്കണം. 16:8 ഒക്കെ എടുക്കുമ്പോൾ വീണ്ടും കുറയ്ക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു ചീറ്റ് ഡേ ഒക്കെ എടുക്കുമ്പോഴത്തേക്കിനും ഫുള്ളൊരു മാറ്റം വരും. അത് എനിക്ക് അനുഭവമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളൊന്ന് അത്രയും നാളും ബോഡി സ്വീകരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലാതെ വേറൊരു കാര്യം വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും അതൊന്ന് ഇതാകും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.